70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച നടൻ ഋഷഭ് ഷെട്ടിയാണ്. മികച്ച നടിക്കുള്ള പുരസ്കാരം നിത്യ മേനനും മാനസി പരേഖും പങ്കിട്ടു. ആനന്ദ് ഏകർഷി സംവിധാനം നിർവഹിച്ച ആട്ടം ഏറ്റവും മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, അർഹിക്കുന്ന അംഗീകാരങ്ങൾ തന്നെയാണ് ലഭിച്ചത്. മാത്രമല്ല മലയാളത്തിനും അഭിമാനിക്കാൻ ഒരുപാടുണ്ട്. ഈ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ. ലക്ഷ്മി, 2022 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളാണ് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത്തരത്തിൽ പുരസ്കാര പ്രഖ്യാപനം നടന്നപ്പോൾ ലക്ഷ്മി ചൂണ്ടിക്കാട്ടിയതുപോലെ മലയാളത്തിന് അഭിമാനിക്കാവുന്ന ഒട്ടേറെ നേട്ടമുണ്ട്. മികച്ച ചിത്രം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ മലയാള സിനിമയെയും തേടിയെത്തി എന്നുള്ളത് മലയാളത്തെ സംബന്ധിച്ച് അഭിമാനിക്കാവുന്ന നേട്ടം തന്നെയാണ്. 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ ഏറ്റവും മികച്ച സിനിമയായി തെരഞ്ഞെടുത്തിട്ടുള്ളത് ആനന്ദ് ഏകർഷി രചനയും സംവിധാനവും നിർവഹിച്ച ആട്ടം എന്ന സിനിമയാണ്. അതോടൊപ്പം അതേ ചിത്രത്തിന് തന്നെയാണ് ചിത്ര സംയോജനത്തിനും ഒപ്പം തിരക്കഥയ്ക്കുമുള്ള പുരസ്കാരം നേടാൻ സാധിച്ചിട്ടുള്ളത്. ആട്ടം സിനിമ 3 പുരസ്കാരങ്ങളാണ് നേടിയിട്ടുള്ളത്. സൗദി വെള്ളയ്ക്കയാണ് മികച്ച മലയാള സിനിമയായി ജൂറി തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഈ ചിത്രത്തിലൂടെ തന്നെ മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം ബോംബെ ജയശ്രീ കരസ്ഥമാക്കി. ദേശീയ ചലച്ചിത്ര പുരസ്കാര നിറവിൽ ഒട്ടനവധി ചിത്രങ്ങളുണ്ട്, സാങ്കേതിക പ്രവർത്തകരുണ്ട്, അണിയറ പ്രവർത്തകരുണ്ട്. എന്തായാലും മികച്ച നടൻ ഋഷഭ് ഷെട്ടിയാണ്. അർഹിക്കുന്ന അംഗീകാരങ്ങൾ തന്നെയാണ്. മലയാളത്തിന്റെ നിറവിനെ കുറിച്ചാണ് പറഞ്ഞോളൂ. തീർച്ചയായും മലയാളത്തിനേറെ അഭിമാനിക്കാവുന്ന നേട്ടം തന്നെയാണ് ഈ 2022 ദേശീയ ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപന വേളയിൽ ഉണ്ടായിട്ടുള്ളത്. ഒപ്പം ഈ ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനം ഈ 2023 വേഗത്തിൽ തന്നെ ഉണ്ടാകും എന്നുള്ളതും അറിയിച്ചിട്ടുണ്ട്. കാരണം കൊറോണ കാരണമായിരുന്നു ഒരു വർഷം പിറകിലേക്ക്, അല്ലെങ്കിൽ ഒരു വർഷത്തെ പ്രഖ്യാപനം വളരെയധികം നീണ്ടുപോയത്. ഈ വർഷം അവസാനം തന്നെ 2023 പൂർത്തിയാക്കിക്കൊണ്ട് ആ ഒരു പ്രഖ്യാപനം ഓരോ വർഷത്തിലേതും അതേ ക്രമത്തിൽ തന്നെ കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ് കരുതുന്നത് എന്നും അധികൃതർ വ്യക്തമാക്കി. ഒപ്പം മറ്റ് പുരസ്കാരങ്ങൾ പരിശോധിക്കുമ്പോൾ ഋഷഭ് ഷെട്ടിയെയാണ് മികച്ച നടനായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. അത് കാന്താരയിലെ അഭിനയത്തിനാണ് ഋഷഭ് ഷെട്ടിക്ക് ആ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഒപ്പം മികച്ച നടിക്കുള്ള പുരസ്കാരം തിരുച്ചിത്ര അമ്പലത്തിലെ അഭിനയത്തിന് നിത്യ മേനോനും ഒപ്പം കച്ച് എക്സ്പ്രസിലെ അഭിനയത്തിന് മാനസി പരേഖുമാണ് പങ്കിട്ടിട്ടുള്ളത്. അതായത് മികച്ച നടിക്കുള്ള പുരസ്കാരം 2 പേർ ചേർന്നുകൊണ്ട് പങ്കിടുകയുണ്ടായി. ഒപ്പം ശ്രീപത്താണ് മികച്ച ബാലതാരം. അതും മലയാളത്തിന് അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണ്. മാളികപ്പുറത്തിലെ അഭിനയത്തിനാണ് ശ്രീപത്തിന് മികച്ച ബാലതാരം എന്ന പുരസ്കാരത്തിന് അർഹനാക്കിയിട്ടുള്ളത്. ഒപ്പം പൊന്നിയൻ സെൽവനാണ് മികച്ച തമിഴ് ചിത്രം. KGF 2 മികച്ച കന്നഡ ചിത്രമായി തെരഞ്ഞെടുത്തു. നോൺ ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ മികച്ച സംവിധായകനുള്ള പുരസ്കാരം മറിയം ചാണ്ടി മേനാച്ചേരിയാണ് കരസ്ഥമാക്കിയിട്ടുള്ളത്. ഗുൽമോഹറാണ് മികച്ച ഹിന്ദി ചിത്രം. കൂടാതെ KGF 2 സംഘടന സംവിധാനത്തിനുള്ള പുരസ്കാരം കൂടി ലഭിച്ചിട്ടുണ്ട്. അത്തരത്തിൽ തമിഴ്, മലയാളം, കന്നഡ തുടങ്ങിയിട്ടുള്ള ചിത്രങ്ങൾക്കും ഇത്തവണ കൂടുതൽ പുരസ്കാരങ്ങൾ ലഭിച്ചു. അതിൽ തന്നെ മികച്ച ചിത്രമായി തെരഞ്ഞെടുത്തിട്ടുള്ളത് മലയാളം ചിത്രമായിട്ടുള്ള ആനന്ദ് ഏകർഷി രചനയും സംവിധാനവും നിർവഹിച്ചിട്ടുള്ള ആട്ടം എന്ന സിനിമയാണ്. ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്.